പ്രിയപ്പെട്ടവരെ, ഞാൻ 2002 കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അത് കഴിഞ്ഞ് അനേകം വർഷങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുകയും അനേകരെ ദൈവരാജ്യത്തിലേക്ക് നടത്തുകയും ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ മദ്യപാനമോ സ്മോക്കിങ്ങോ ഡ്രഗ്സോ മോശമായ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത നീതിയോടെ ജീവിക്കുകയും സത്യം സംസാരിക്കുകയും, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ട് എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് റാങ്കായിരുന്നു. ജന്മ്യ വിദ്യാലയയിൽ സ്കൂൾ ലീഡറായിരുന്നു. ഗുജറാത്തി സ്കൂളിലും സ്കൂൾ ലീഡറായിരുന്നു. അവിടുത്തെ ക്രിക്കറ്റ് ടീമും ക്യാപ്റ്റനുമായിരുന്നു. ഒരൊറ്റ ബ്ലാക്ക് മാർക്ക് പോലും ഞാൻ എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്ത് പോലും എനിക്കുണ്ടായിട്ടില്ല. ആ മെഡിക്കൽ വിദ്യാഭ്യാസ സമയത്താണെങ്കിലും അവിടുത്തെ മാഗസിൻ എഡിറ്ററായിരുന്നു. ആ മാഗസിൻ ഇറക്കി. സിൽവർ ജൂബിലി മാഗസിനാണ്, ഗവൺമെൻറ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിൻ്റെ. അങ്ങനെയൊക്കെ വളരെ ലളിതമാണ് എൻ്റെ ജീവിതം. എനിക്ക് കാറോ ജീപ്പോ വണ്ടിയോ ഒന്നുമില്ല. ബസ്സിലാണ് ഞാൻ പോകുന്നത്, ബസ്സിലാണ് ഞാൻ വരുന്നത്. വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്, സാധാരണ ഫുഡാണ് കഴിക്കുന്നത്. മോശപ്പെട്ട ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും എനിക്കില്ല. വൈകുന്നേരം 6 മണിയാകുമ്പോൾ എൻ്റെ വീട്ടിലെത്തും. 8:30-9 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ചെറുപ്പം തൊട്ടേ ഉള്ള ശീലമാണ്. മാക്സിമം എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ തന്നെ പേരൻസിൻ്റെ അനുവാദത്തോടു കൂടെ മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളൂ. മോശമായ ഫ്രണ്ട്ഷിപ്സോ ബന്ധങ്ങളോ എനിക്കില്ല. അങ്ങനെയുള്ള എന്നെ 2020 സെമിനാരിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്രിസ്ത്യൻ സെമിനാരിയിലാണ് ഞാൻ പഠിക്കുന്നത്. ക്രിസ്ത്യൻ സെമിനാരിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് MTH ഒരു MPhil ലെവൽ കോഴ്സാണ്. അതിനുവേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ വിട്ടുപോയി. എന്തിനാണ് പോകുന്നത് ഒന്നും പറഞ്ഞില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കെതിരെ കള്ളക്കേസ്, ഡൊമസ്റ്റിക് വയലൻസ്. ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അത് കഴിഞ്ഞ് 1 വർഷം, അപ്പോൾ ഞാൻ എൻ്റെ പഠിത്തം നിർത്തേണ്ടതായിട്ട് വന്നു ഈ വിഷയങ്ങൾ കാരണം. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസം വന്ന വ്യക്തിയല്ലേ. എൻ്റെ അച്ഛൻ അമ്മേൻ്റെ വീട്ടിലേക്ക് ഞാൻ വരേണ്ടി വന്നു. അവർ ഹിന്ദുസാണ് ഇപ്പോഴും. 1 വർഷം ഈ കേസിൻ്റെ ഹിയറിങ് നടക്കാൻ വേണ്ടി എടുത്തു. 1 വർഷം പോയി. ഹിയറിങ് നടക്കുന്ന സമയത്ത് എനിക്കെതിരെ ഇല്ലാത്ത കുറേ കള്ള ആരോപണങ്ങൾ. സൺഡേ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച ആ കുട്ടി, എൻ്റെ ഭാര്യ, പറയണം. എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്, എന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതെല്ലാം കഴിഞ്ഞ് അവർ എനിക്കെതിരെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസ്, ഒരു കള്ള ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു. എന്നെ 28 ദിവസം ജാമ്യം കിട്ടാതെ ജയിലിൽ കിടത്തി. എൻ്റെ ജീവിതത്തിൽ വലിയൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കി. ലൈഫ് മുഴുവൻ ടാർണിഷാക്കിയുള്ളത്. അത് കഴിഞ്ഞ് 2023 ഈ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർക്കുള്ള ഇഷ്ടംപോലെ പൈസയൊക്കെ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വരുന്നത്. ചെയ്യാത്ത കുറ്റങ്ങൾ. എൻ്റെ കുട്ടിയെ ഇന്ന് വരെ കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഇവരൊക്കെ ക്രിസ്ത്യൻസാണ്. ഇവരിലൊക്കെ പരിശുദ്ധാത്മാവുണ്ട്. ഇവരൊക്കെ ദൈവവചനം അനുസരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഈ ആളുകൾ എന്നെ ഉപദ്രവിച്ചിട്ടും തിരിച്ച് ഞാനൊന്നും ചെയ്തില്ല. ഒരു ഉപദ്രവം പോലും അവർക്കെതിരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരു കേസ് പോലും ഞാൻ അവർക്കെതിരെ കൊടുത്തില്ല. 2024 ഞാൻ പഠിച്ച് പല ആളുകളും എഴുതിയിട്ട് പരാജയപ്പെടുന്ന GRE നല്ല സ്കോറോടെ പാസ്സായി. ഇംഗ്ലീഷ് ടെസ്റ്റുകളൊക്കെ പാസ്സായി. ഹീബ്രു ആ സമയത്ത് പഠിച്ചു. എന്നിട്ട് PhDക്ക് വേണ്ടി അമേരിക്കയ്ക്ക് അപേക്ഷിച്ചു. അവരപേക്ഷ തിരസ്കരിച്ചു. കാരണം പറഞ്ഞില്ല. എന്താണ് കാരണം? ഇതൊക്കെ തന്നെയാണ് കാരണം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നശിപ്പിച്ചു ആ സ്ത്രീയും അവരുടെ പിതാവും. ചെയ്യാത്ത കാര്യങ്ങളാണ് എന്നെ ആരോപിച്ചത്.
അതുകൊണ്ടാണല്ലോ ഞാൻ ഫ്രീ ആയത്. കോർട്ട് എനിക്ക് ഓർഡർ തന്നു, നോട്ട് ഗിൽറ്റി. പക്ഷെ എന്നെ കുട്ടിയെ അവരിതുവരെയും കാണാൻ സമ്മതിച്ചില്ല. 5 കൊല്ലമായി. ഡിവോഴ്സും കഴിഞ്ഞു, അവർക്ക് വേണ്ട പൈസയും കിട്ടി, അവർ സെപ്പറേറ്റുമായി, അവർക്ക് ലോകത്ത് നല്ല ജോലിയും കിട്ടി, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തെ തടസ്സപ്പെടുത്താനായിട്ട് അവരുടെ പൊളിറ്റീഷ്യൻസിനെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും തീവ്രവാദികളുമായി ബന്ധമുള്ള ദുഷ്ട പൊളിറ്റീഷ്യൻസ്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി എന്നെ ടോർച്ചർ ചെയ്യാണ് ഇപ്പോഴും. സഭക്കാരൊരു ജോലി പോലും MD ഉള്ള എനിക്ക് തന്നില്ല. സഭയിലെ ആളുകൾ ഒരു രീതിയിലും എന്നെ സഹായിച്ചില്ല. അതുമാത്രമല്ല, എന്നെക്കുറിച്ച് കള്ള റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുകയാണ്. എനിക്കെന്തോ മാനസിക രോഗം അത്രേ, എനിക്കെന്തോ ഞാൻ അബ്യൂസറാത്രേ. ഇതിനെന്തെങ്കിലും തെളിവ് അവരുടെ കയ്യിലുണ്ടോ? ഇല്ല. പല സ്ഥലത്തും എന്നെപ്പറ്റി അപവാദങ്ങൾ വരുത്തുകയാണ്. എന്തിനാണത് ചെയ്യുന്നത്? അതുകൊണ്ട് അവർക്ക് എന്ത് ലാഭം ഉണ്ടാവും? അതുകൊണ്ട് ദൈവസഭ വളരുമോ? അതുകൊണ്ട് ദൈവരാജ്യം വളരുമോ? അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണോ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്ത ശേഷം ഞാൻ ഇവിടുത്തെ ഭാരതത്തിലെ സെമിനറികളിൽ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടാതാക്കുക. അതുപോലെ ഇവിടുത്തെ പാസ്റ്റർമാരെയും വലിയ വലിയ ആളുകളെയും ഉപയോഗിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ വിശ്വാസം നിൽക്കും? ഞാൻ വിശ്വാസം നിൽക്കുന്നത് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് എനിക്ക് വേണ്ടിയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പക്ഷപാതം ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ കടന്നു വരും, മടങ്ങി വരും. ആ മടങ്ങി വരുമ്പോൾ ഇവർ ചെയ്തതെല്ലാം വെളിച്ചത്താക്കും. ഇവർ പറഞ്ഞ മാതിരി ഒരൊറ്റ കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ പോലീസുകാർ, ഇവരുടെ കോടതികൾ ഇതൊക്കെ അങ്ങ് ഏറ്റെടുത്തു. ഒരു സ്ത്രീ പറഞ്ഞതുകൊണ്ട് എല്ലാം കള്ളക്കേസാണെന്ന് പോലീസുകാർക്കും അറിയാം, കോടതിക്കും അറിയാം. പക്ഷെ എന്നെ ഹരാസ് ചെയ്യണം. ഇങ്ങനെയുള്ള മെൻ്റൽ ടോർച്ചർ കാരണമാണ് പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പറയും അവന് മെൻ്റൽ സിക്നെസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. ഞാനങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എനിക്ക് അങ്ങനത്തെ സിക്നെസ്സും ഇല്ല. പിന്നെ കുറേ ആൾക്കാരെന്നോട് പറഞ്ഞു നിങ്ങൾ കൗൺസിലിങ്ങിന് പോകണം. ഞാൻ പറഞ്ഞു ദൈവമാണ് എൻ്റെ കൗൺസിലർ. ഞാൻ ദിവസം ഇരുന്ന് വചനം വായിക്കുന്നു, ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് തരുന്ന അത്രയും സമാധാനം വേറെ ഒരു കൗൺസിലറിനും ഈ ലോകത്തിൽ തരാനായിട്ട് കഴിയില്ല. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട്, അതും വളരെ എഫക്റ്റീവാണ്. അങ്ങനെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എന്നെ ഉപദ്രവിച്ച ചിലർക്ക് ചിലപ്പോൾ വന്നെന്നിരിക്കും. കാരണം ഇന്നും ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഇന്നും ഞാൻ പ്രവചിക്കുന്നുണ്ട്, ഇന്നും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, സത്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അഡ്മിഷൻസ് നിഷേധിക്കുക, ഫെയർ ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കുക, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പരത്തുക, ഇതൊക്കെയാണോ ദൈവസഭ ചെയ്യേണ്ടത്? ഇതൊക്കെയാണോ ദൈവത്തിൻ്റെ മക്കൾ ചെയ്യേണ്ടത്? അല്ല, ഞാൻ കുറ്റക്കാരനാണെന്നിരിക്കട്ടെ, എന്നാലും കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? ക്ഷമിക്കാനല്ല പറയുന്നത്, സ്നേഹിക്കാനല്ല പറയുന്നത്. ഞാൻ കുറ്റക്കാരനല്ല എന്ന് അറിഞ്ഞിട്ട് പോലും എന്നോട് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് കാണിക്കുന്നത് എന്തിനാണ്? ആ സ്ത്രീയുടെ പിതാവിന് കൂടുതൽ പൈസ ഉള്ളതുകൊണ്ടും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടും അവരുടെ ആൾക്കാർക്ക് കൂടുതൽ കഴിവുള്ളതുകൊണ്ടുമാണോ അങ്ങനെ ചെയ്യുന്നത്? അത് ന്യായമാണോ? അത് നീതിയാണോ? അതാണോ പെന്തക്കോസ്തുകാർ ചെയ്യേണ്ടത്? അതാണോ ദൈവമക്കൾ ചെയ്യേണ്ടത്? അതാണോ ദൈവത്തിൻ്റെ വിശ്വാസികൾ ചെയ്യേണ്ടത്? ഞാൻ ആരെങ്കിലും ഇന്നുവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഫിസിക്കലി, മെൻ്റലി, ഫൈനാൻഷ്യലി? ഇത്രയൊക്കെ എനിക്കെതിരെ ഉപദ്രവം ചെയ്തിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് എനിക്ക് കുടുംബജീവിതമില്ല, ഭാര്യയില്ല, കുട്ടിയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസേൻ്റെ പകുതിയോളം അവൾ കൊണ്ടുപോയി. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, വലിയ കോടീശ്വരനൊന്നുമല്ല. എൻ്റെ അച്ഛനമ്മയിൽ നിന്ന് കിട്ടേണ്ട വീതം പോലും എനിക്ക് കിട്ടിയില്ല വിശ്വാസത്തിൽ വന്നുകൊണ്ട്. അങ്ങനെയുള്ള എന്നെ ഇത്രയൊക്കെ പീഡിപ്പിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പ്രതിഫലം ആർക്കാണ് കിട്ടുന്നത്?
ഇപ്പോഴും ഞാൻ ആ സ്ത്രീയെയോ അവരുടെ അച്ഛനെയോ പീഡിപ്പിക്കാനോ അവരെ ഉപദ്രവിക്കാനോ അവർക്കെതിരെ പ്രവർത്തിക്കാനോ അവർക്കെതിരെ കേസ് കൊടുക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. അവരിങ്ങോട്ട് തന്ന കേസുകൾക്ക് തിരിച്ച് മറുപടി കൊടുത്തു. ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മദ്യപിക്കാത്ത, ഡ്രഗ്സ് എടുക്കാത്ത, മറ്റ് സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവമില്ലാത്ത ഈ ആരോപണങ്ങളൊന്നും അവർക്കില്ല. അവരുടെ ആരോപണം എന്താണ്? അവൻ പ്രാർത്ഥിക്കും അത്രേ. അതാണ് പോലും മാനസിക രോഗത്തിൻ്റെ ലക്ഷണം. അവൻ പ്രാർത്ഥിക്കും, അവന് ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങൾ കിട്ടുന്നു എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇതാണോ മാനസിക രോഗത്തിൻ്റെ ലക്ഷണം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ മാനസിക രോഗികളല്ലേ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും എന്നതിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? എനിക്കെതിരെ ഇത്രയും അപവാദങ്ങൾ പരത്തിയിട്ടും ഞാൻ തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ച് ചെയ്യാൻ എന്തൊക്കെ വഴിയുണ്ട് ഇല്ലേ? ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ അനുഗ്രഹിക്കുക. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഇവർ ചെയ്ത ക്രൂരത മൂലമുള്ള തിക്തമായ അനുഭവങ്ങൾ വരുമ്പോഴും ഞാൻ ആ സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവനെ എത്രയോ ഉപദ്രവിച്ചു, അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ അവസ്ഥ എന്ന്. നീ നീതിയുള്ള ന്യായാധിപതിയാണെങ്കിൽ നീ ഇതിൽ നീതി വരുത്തണം. നീ അവരെ ഒന്നുകിൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വഴി ഒരുക്കി തരണം. ഇവരിപ്പോഴും എൻ്റെ വഴികളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവരുടെ ഒരു വഴിയും തടസ്സപ്പെടുത്താൻ വന്നിട്ടുമില്ല. ഇങ്ങനെയുള്ളവരിൽ നിന്ന് എന്നെ രക്ഷിക്കണം, എന്നെ കാക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കാൻ എന്നെ സഹായിക്കണം. ഇവരോട് പൂർണ്ണമായിട്ടും ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തരണം. ഇതൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഞാൻ കുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇന്നത് ചെയ്യണം, ഭാര്യയെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇന്നത് ചെയ്യണം. ഇതിനൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. എനിക്ക് ബ്ലാക്ക് മെയിലിംഗ് ഇഷ്ടമല്ല, കറപ്ഷൻ ഇഷ്ടമല്ല. അന്ന് ഇവർ എന്നെ കോടതി കൊണ്ടുപോയ ദിവസം ഒരു ബ്രൈബ് കൊടുത്താൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും എന്ന് എൻ്റെ വക്കീൽ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കേരളത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് കേരളത്തിലെ ഭാഷ സംസാരിക്കുന്ന, കേരളത്തിലെ ഫുഡ് കഴിക്കുന്ന, ഒരു കേരളക്കാരനെ പോലെ ജീവിക്കുന്ന, ഒരു മലയാളി ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്ന, കേരളക്കാരെ അനേകം പേരെ മദ്യപാനത്തിൽ നിന്നും വിടുവിച്ച, കേരളത്തിൻ്റെ സ്കൂൾ ടീമുകൾക്ക് വേണ്ടി കളിച്ച്, ക്രിക്കറ്റ് കളിച്ച്, കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂൾ ലീഡറായിരുന്ന, കേരളത്തിലെ സ്കൂളുകളിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായിരുന്ന ഞാൻ കേരളക്കാരനല്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും നോർത്ത് ഇന്ത്യക്കാരാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി, ഈ പ്രിയങ്ക ഗാന്ധി, കേരളത്തിലെ ഭക്ഷണം അവർ കഴിക്കില്ല, കേരളത്തിലെ ഭാഷ അവർക്ക് സംസാരിക്കാൻ അറിയില്ല. കേരളത്തിന് വേണ്ടി അവരെന്താ ചെയ്തത്? അവർ നല്ല ആൾക്കാരാണ്, അവർ കേരളീയരാണ്, അവർ കേരളത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. ചെയ്യാത്ത കുറ്റങ്ങളാണ് എന്നെ ആരോപിച്ചത്. അത് തെളിയിക്കാനും പറ്റിയില്ല. കോടതിയെ വെറുതെ വിട്ടു. അതിൻ്റെ പേരിൽ, ആ ഒരു കേസിൻ്റെ പേരിൽ, അതൊരു കള്ളക്കേസാണ്, എനിക്ക് അഡ്മിഷൻ നിഷേധിക്കുകയാണ്. സെമിനറികളിൽ എനിക്ക് അഡ്മിഷൻ നിഷേധിക്കുകയാണ്. അമേരിക്കയിലെ സെമിനറികളിൽ എനിക്ക് അഡ്മിഷൻ, വിസ മുതലായ കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. ഇതൊക്കെ ഫെയർ ആയിട്ടുള്ള കാര്യമാണോ? ഇതൊക്കെ നീതിപരമായ കാര്യമാണോ? എനിക്ക് അത്ര ഇൻഫ്ലുവൻസോ പവറോ കഴിവോ ഒന്നുമില്ല. എൻ്റെ അച്ഛൻ കോടീശ്വരനുമല്ല. പക്ഷേ ഏതൊരു സാധാരണ വ്യക്തിക്കും ജീവിക്കാൻ, അവന് എന്താ പറയുക, ഒന്ന് ജീവിച്ചു പോകാൻ, അത്രയും ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാരത് മാതാ കി ജയ്.